ഹലോ യൂട്യൂബ്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും വെള്ളം മേടിച്ചേരാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിൽ ഞാനങ്ങ് ഇറങ്ങി. എന്താണ് പരിപാടി എന്നൊരു പിടിയുമില്ല. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ റോഡെത്തിയതാണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തോ ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ റൈഡർ ഞാനാണ് ഈ വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഇന്ന് എല്ലാരും അറിയും. ഇന്നലെ വെളിപ്പെടുത്തിയല്ലോ. എന്റെ അത് കണ്ടായിരുന്നാ പോസ്റ്റിൽ കയറി കമന്റ് ഇട്ടിരിക്കുന്നു. ഓ ഞാൻ റിപ്ലൈ തന്നില്ല. നീ റിപ്ലൈ തരണം, ഞാൻ എല്ലാരും അറിയുന്നല്ലോ. എന്റെ വണ്ടി അല്ല, വലിയ വണ്ടി എടുത്ത ചെലവ് എല്ലാവരും ആർക്കും കൊടുക്കാതിരിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. എന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനകത്ത് നൈസായിട്ട് ഇതിട്ടിരിക്കുകയാണ്. എവിടെ പോന്ന്? എന്ത് ഷാർജ മേടിച്ചു തരുമോ? അത് ഉച്ചത്തെ ബിരിയാണി അതൊന്ന് മന്തി മേടിക്കാം. ഏത് വണ്ടിയിലാണ് പോകുന്നത്? വീട്ടിലാണ് ആദ്യം പരിപാടി. വരുമ്പോ താക്കോൽ എവിടെ ഇരിക്കുന്നു എനിക്കറിഞ്ഞോ അതിനെ പറ്റി. അപ്പൊ നമ്മള് ആദ്യം അവിടെ വീട്ടിലോട്ട് പോകാൻ പറയണം. അവിടെ പോയിട്ട് എന്താണ് പരിപാടി എന്ന് നോക്കാം. എന്തോ വലിയ ട്വിസ്റ്റ് നടക്കുന്നുണ്ട് ഇവിടെ. വണ്ടിയുടെ ഇതൊക്കെ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്താണെന്നൊരു പിടിയില്ല. എന്തൊക്കെയാ എന്തോ നടക്കുന്നത്. കാര്യം ചെയ്യും, ബൈക്കിൽ പെട്രോൾ അടിച്ചില്ല അയാൾ വന്നാൽ അല്ലേ? നമുക്ക് ഓട്ടോയിൽ പോവാം, വെയിലുള്ളത്. ബൈക്കിലായിരുന്നു ഞങ്ങള് ജസ്റ്റ് ഞാൻ വണ്ടി അപ്പൊ തിരിച്ചു അടുത്ത കുറ്റ എത്ര വയസ്സായി? നല്ല കാലത്ത് പെണ്ണ് വീട്ടിൽ ഇപ്പൊ ഇതൊക്കെ കളിക്കാൻ വേണ്ടി ഒരു കൊച്ചു വീട്ടിൽ ഉണ്ടായിരുന്നുണ്ട്. നല്ല പെണ്ണുണ്ടെങ്കിൽ അവന്റെ വേറെ കുട്ടിയാണ്. ഇത്രയും പൈസ കൊടുത്ത് ജിമ്മിൽ പോണത് പിടിക്കാനുള്ള ഇത്രയും പൈസ കൊടുത്ത് ജിമ്മിൽ പോകുന്നതിന് ആയിക്കോട്ടോ. ക്യാമറയൊക്കെ പിടിച്ചു പോയി. ക്യാമറയൊക്കെ ഇവിടെ ഓഫ് ചെയ്ത് വെച്ചോ. ക്യാമറ എന്റെ ഐഡിയ അവിടെ നിന്ന് പ്രയോഗിക്കണോ? ഞാൻ എന്തൊരു മനുഷ്യനെയാണ്. ഫ്രണ്ടിന്ന് പോവാണ്ട് ഞങ്ങൾക്ക് പ്രാന്തല്ലേ, ഞങ്ങൾ സൈക്കോ. ഇങ്ങോട്ട് കൊണ്ടുപോയിക്കാം, അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പറയുന്നേ പറയണ്ട, പറഞ്ഞാൽ ശരിയാവൂല. അങ്ങോട്ട് വലിക്കും. ഇല്ല അതൊരു സ്ഥലം മൊത്തം വെള്ളം കുടിക്കാൻ വേണ്ടി എങ്ങനെ ഇരിക്കുന്നല്ലേ? പൈസ കാണിച്ചു കൊടുക്കും. ഈ കഥയിലെ സൂത്രധാരനാണ് കുറച്ച് നീ വാ. ഇന്നത്തെ എന്റെ ചെലവ് ആ ഓടിയും കൂടി ഞാൻ എടുത്ത് നിന്റെ ഇടയിൽ കയറ്റി കേട്ടാ. ഒരു സോഷ്യൽ സർവീസ് എങ്ങനെ ഇരിക്കുന്ന ലാസ്റ്റ് സാധനം മാറ്റാൻ വേണ്ടി ബുദ്ധിപരമായ ഡയലോഗ് അടിച്ച ആൾക്കാരെല്ലാം സോഷ്യൽ സർവീസ് ഫോക്കസ് എടുത്തോ ജിമ്മനെ. റൊമാൻറ്റിക് ലുക്ക് ഓലല്ല അടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോൾ നോക്കുന്നത് ചെറിയ റൊമാൻറ്റിക് ലുക്കാ. കൺകളീരണ്ട ഇനിയൊന്നും ഇല്ലല്ലേ? പകച്ചു പോയെന്റെ ഭാര്യ. അടുത്ത കൊച്ചുകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര വയസ്സായെന്നോ? 28-29 വയസ്സായി. രണ്ടെണ്ണം കൊച്ചു പിള്ളേരെ പോലെ ഇട്ട് കളി.
പണ്ടത്തെ ഞാനല്ലേ ഇപ്പോഴത്തെ 1912 ഞാൻ ജനിച്ചത്. 12 പിന്നെ അങ്ങോട്ടൊരു വളർച്ചയായിരുന്നു. ഇലക്ട്രിക് എക്സ്പ്രസ് മതിയോ? പെട്രോൾ അടിച്ചു തരാം. ഓഹോ, ഇനി ഞാൻ ഫ്രീക്കനാണ്. കറുത്ത റിപ്രോസ് എല്ലാം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. യാത്ര തുടങ്ങുകയാണ്. ഈ വണ്ടിയിൽ പോകാനുള്ള പ്ലാനാണ്. ഓട്ടോയിൽ പോകാനാണ് എടുക്കുന്നത്. വിചാരിച്ച് ഇതിൽ പോവാന്ന്. ഇതാണ് ലാഭം. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി പരിപാടി നോക്കാം. പിന്നെ വീട്ടിൽ പോകാം. ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് ആ സാധനം ബുക്ക് ചെയ്യാൻ കയറ്റിയാണ്. ഞാൻ നൈസായിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇതാരെടുക്കും? അതിനിടയ്ക്ക് ഇവന്റെ സൗണ്ട് കേൾക്കണമല്ലോ. എടുത്തോണ്ട് വാ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എല്ലാത്തിനും സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്. കമോൺ. ഇന്നലെ നടക്കൂ. ഇത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ എത്തിയേനെ. ഒരു ജിമ്മിൽ പോണ 2 എണ്ണം ഉണ്ട്. ജിമ്മന്മാരും ഒരാള് വെയിറ്റ് ഉള്ള സാധനം എടുക്കാൻ പോയി. എവിടെ വന്നോ? എന്റെ ഹെൽപ്പ് ഒന്നും വേണ്ടല്ലോ അല്ലേ? എന്തൊക്കെയോ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. സെറ്റായില്ല, കറക്റ്റായില്ല. ഇപ്പൊ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരാള് വെയിറ്റ് ഉള്ള സാധനം എടുക്കാൻ പോയി. പക്ഷെ കൈയും വീശിയാണ് വരുന്നത്. എന്താണോ എന്തോ. പറ്റത്തില്ലെങ്കിൽ പറ കേട്ടാ. ഇതിപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോണോ? ഇത് ഇപ്പൊ തുറന്ന് ഉദ്ഘാടനം ചെയ്യണ്ടേ? 1912 ഞാൻ ജനിച്ചത്. എന്നെ കാണിച്ചപ്പോ ഞാൻ 1912 എന്താ അങ്ങനെ പറയുന്നത് എന്തിനാണ്? ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ അടുത്ത പരിപാടി. നമ്മളെ ഇത്രയും വെയിറ്റ് ഒക്കെ എടുപ്പിച്ച സ്ഥിതിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഇതിനെയൊക്കെ? അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. വാ പെട്ടെന്ന് പോകുമ്പോ ഓഫ് റോഡ് ഞാൻ അടുത്ത് നമ്മുടെ ബൈക്ക് പയ്യന് കൈമാറിയിട്ടുണ്ട്. പറയുന്നത് നീ നോക്കാം. നീ വീഡിയോ മാറ്റില്ല, അവന് തന്നെ മാറ്റിയതാണ്. ഡൈവ് ചെയ്യുന്ന വണ്ടി ഓടിക്കാൻ അറിയാവോ? കാണത്തില്ല കേട്ടാ. കാര്യം വേണ്ട വെച്ചു മനസ്സിലായോ? നീന് പോവോ? ഞാൻ കയറിയില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തൊക്കെയാണ് പരിപാടി എന്ന് അവിടെ പോയിട്ട് നോക്കാം. ഇത് എവിടെ കൊണ്ടുപോകണം ഒരു പിടിയില്ല. എന്താ ചായ കുടിക്കാനാ വന്നത്? ഉച്ചക്ക് വെയിലെത്താ അപ്പുറത്ത് ബിരിയാണി കൊണ്ടും തോന്നുന്നു. ദൈവത്തിക്കറിയാം. ചായ അല്ല അപ്പുറത്ത് നമ്മൾ പോയി ചാർജ് ഓടിച്ചിട്ട് തിരിച്ചെത്തി. ഒരാളെ ഡ്രോപ്പ് ചെയ്തു. പട്ടിയുടെ കോര അതിനിടയ്ക്ക്. ദൈവത്തിന് സ്തുതി. അപ്പൊ നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിൽ പോവുക. ഒരു ചെറിയ ഉറക്കം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.